നമസ്കാരം. കഴക്കൂട്ട MLA ആയിട്ടുള്ള വി മുരളീധരന്റെ നേതൃത്വത്തിൽ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. വില്ലേജ് ഓഫീസിന്റെ പരിസരം, അതായത് കഴക്കൂട്ട ജംഗ്ഷനിലെ ഒരു പ്രധാനപ്പെട്ട പൊതുജന സേവന കേന്ദ്രമാണ് വില്ലേജ് ഓഫീസ്. കാട് പിടിച്ചതിന്റെ പരിസര പ്രദേശങ്ങൾ കിടക്കുകയാണ്. ഒരു പുതിയ ബിൽഡിങ്ങിലേക്ക് മാറിയിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു പുതിയ ബിൽഡിംഗ് കൊണ്ടുവന്നു. പഴയ ബിൽഡിങ്ങും അതിന്റെ പരിസര പ്രദേശങ്ങൾ വല്ലാതെ മാലിന്യ കൂമ്പാരമായി, അല്ലെങ്കിൽ മാലിന്യങ്ങൾ പേറിയും ഒപ്പം തന്നെ ഈ കാട് പിടിച്ച് കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാം കൂടി സ്വച്ഛ ഭാരതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. അത്തരം കാര്യങ്ങൾ ജനം ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ഓഫീസുകളുടെ പരിസരങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളത് ഇന്നിപ്പോൾ സ്വച്ഛ ഭാരതിന്റെ ഭാഗമായിട്ടാണെങ്കിലും സംഘടിച്ച് ചെയ്യുകയും അതിന് നേതൃത്വം കൊടുത്ത ആ പ്രവൃത്തി, അതിന്റെ ദൃശ്യം കണ്ടപ്പോൾ ആ പ്രവൃത്തികൾ ഈ നാടിന് ആവശ്യം തന്നെയാണ്. അത്തരം ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങൾ അംഗീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ആ പ്രവൃത്തി ചെയ്യുന്നതിനോടൊപ്പം തന്നെ വി മുരളീധരൻ ഒരു ചെറിയ നുണയും കൂടി അങ്ങ് തട്ടിവിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ ഏറ്റവും ദീർഘകാലം ആ പദവിയിലിരുന്ന ആളായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനു മുൻപ് ആ പദവിയിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ സ്ഥാനമുണ്ടായിരുന്നത് ശ്രീ ജവഹർലാൽ നെഹ്റുവിനാണ്. അദ്ദേഹം 4398 ദിവസമാണ് തുടർച്ചയായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 1952 തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ 4400 ദിവസം കഴിഞ്ഞു. 4398 മറികടന്ന സന്ദർഭത്തിൽ 12 വർഷക്കാലം തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി രാജ്യവ്യാപകമായി പ്രധാനമന്ത്രിയുടെ ഈ നേട്ടം രാജ്യത്തിൻ്റെ നേട്ടം എന്നുള്ള നിലയിൽ അത് വിപുലമായിട്ടുള്ള പരിപാടികളോട് കൂടിയിട്ട് ആഘോഷിക്കുകയാണ്. പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അദ്ദേഹം റെക്കോർഡ് ഇട്ട് കഴിഞ്ഞു. കാര്യം പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് 4000 സംതിങ് ഡേയിൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുകയാണ്. അത് ഈ രാജ്യത്തെ ഒരു റെക്കോർഡാണെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ടല്ലോ മിസ്റ്റർ മുരളീധർജി. കാര്യം നിങ്ങൾ സംഘപരിവാറുകാർക്ക് അത് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റു എന്നു മുതലാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതിൽ നിങ്ങൾ വിദഗ്ധമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു റെക്കോർഡ് നിങ്ങൾ സ്വന്തം നിലയ്ക്ക് കൊടുക്കുന്നെങ്കിൽ ഓക്കെ, അത് കുഴപ്പമില്ല. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് റെക്കോർഡാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റു 1948 മുതൽ അധികാരത്തിൽ വരുന്നുണ്ട്. അതിനുശേഷം 52 മുതലാണ് ഇലക്റ്റഡ് ആയിട്ട് അദ്ദേഹം ആദ്യത്തെ പ്രധാനമന്ത്രിയാകുന്നത്. അതിനു മുന്നോടിയായിട്ട് ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ മുന്നണിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹത്തെ അവരോധിക്കപ്പെടുകയും ആ രീതിയിൽ 48 മുതൽ 4 വർഷത്തോളം അദ്ദേഹം പ്രധാനമന്ത്രിയായി തുടർന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ആ പീരീഡിൽ പ്രധാനമന്ത്രിയായിരുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ പ്രധാനമന്ത്രി ഇല്ലാതിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു എന്ന വ്യക്തി 6000-ൽ പരം ദിവസം പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നിട്ടുണ്ട് എന്നൊരു റിയാലിറ്റിയെ മറച്ചു വെച്ചിട്ട് ഒരു റെക്കോർഡ് സൃഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെ നാട്ടുകാരോട് കള്ളം പറയുന്ന ഒരു ശരിയായ പ്രവണതയല്ല എന്ന് അതിൻ്റെ ഇടയിൽ പറയുകയാണ്. ബാക്കി ചെയ്ത പ്രവൃത്തികളൊക്കെ ഓക്കെയാണ്. നെഹ്റുവിനെ മറികടന്നു, പുതിയ റെക്കോർഡ് ഇട്ടു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന വ്യക്തി എന്നാണ്. നമുക്ക് പെട്ടെന്നുള്ളൊരു ഓർമ്മയിൽ വരുന്നൊരു ദിവസമൊന്നും ഓർമ്മയില്ല. പക്ഷേ നെഹ്റു 16 കൊല്ലത്തോളം അതിലധികം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നയാളാണ്. അപ്പോൾ കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ, മനോരമ ഉൾപ്പെടെയുള്ള അതിലൊക്കെ ഇങ്ങനെ നെഹ്റുവിനെ മറികടന്ന് കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന ആൾ എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ. അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടി ഉള്ളിലൊക്കെ ചിലയിടത്ത് ജനം TV ഒന്നും കണ്ടാലും വായിച്ചാലും ഒന്നും മനസ്സിലാവില്ല. ഉള്ളിലേക്ക് വളരെ ആണ്ടുമുങ്ങി ഒരു മുങ്ങൽ വിദഗ്ധനെ പോലെ പോയാൽ ചില കാര്യം പിടികിട്ടും. അതെന്താണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ ഒന്നാമത് ഇതിലൊക്കെ എന്ത് പ്രാധാന്യമുള്ളത്. ഇപ്പോൾ ഈ 2020 ക്രിക്കറ്റൊക്കെ വന്നതുപോലെയാണ്. ചില റെക്കോർഡുകളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? തിങ്കളാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ സിക്സർ അടിച്ചയാൾ, അതൊരു റെക്കോർഡാണ്. എന്താ ഇപ്പോൾ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ജനുവരി 1-ാം തീയതി ഏറ്റവും കൂടുതൽ സെഞ്ചുറി പൂർത്തീകരിച്ചയാൾ, അങ്ങനെ ഒരു റെക്കോർഡ് ഇട്ടപ്പോൾ എന്താ അതിലൊരു നിവൃത്തി എന്താ ഉള്ളത്? അതെങ്ങനെ വലിയ കാർഡൊക്കെ അടിച്ചിട്ട് ഇറക്കാമല്ലോ. എന്നതുപോലെ നിങ്ങൾ എത്ര കാലം ഭരിച്ചു എന്നോ എന്തായി എന്നോ വല്ല പ്രാധാന്യമുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ലേ പ്രാധാന്യമുള്ളൊരു കാര്യം. അപ്പോൾ ഇത് പറയുമ്പോൾ സംഖ്യകളെല്ലാം പറയാണ് ചുളുവിൽ നെഹ്റു ഭരിച്ച ആദ്യത്തെ 5 കൊല്ലം ഇതിൽ കൂട്ടിയിട്ടില്ല പോലും. ചുളുവിൽ മനസ്സിലാക്കണം, ചുളുവിൽ. അതെന്ന് വെച്ചാൽ 47 മുതൽ 52 ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് വരെയുള്ള ആദ്യത്തെ കാവൽ മന്ത്രിസഭയുടെ കാലം അത് കൂട്ടിയിട്ടില്ല പോലും. കാരണം അത് ചുളുവിലാണ്. പൊന്നു സഹോദരന്മാരെ, ഇന്നും ഏറ്റവും കൂടുതൽ കാലം
ഇന്ത്യ ഭരിച്ചതിൻ്റെ റെക്കോർഡ്, അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു റെക്കോർഡൊന്നും ഇല്ല എന്നാലും പറയുകയാണ്, നിങ്ങൾ പറയുന്നത് കൊണ്ട് പറയുന്നു, ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് നെഹ്റുവിൻ്റെ പേരിലാണ്. അദ്ദേഹം 6130 ദിവസക്കണക്കിൽ പറഞ്ഞാൽ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 കൊല്ലം നിങ്ങൾക്ക് ചുളുവിലുണ്ടായതാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പൃഥ്വിരാജ് ചൗഹാന്റെ ഒക്കെ കാലത്ത് നിന്ന് ഇന്ത്യയുടെ ചരിത്രം തുടങ്ങണമെന്ന് പറയുന്ന ആളുകൾക്ക് 47-ൽ തുടങ്ങിയ ഇന്ത്യയുടെ ആധുനിക ചരിത്രം പറയാൻ വയ്യ. അതെങ്ങനെയാ ചുളിവിലാവുക? 47-ന് മുമ്പ് ഒരു 100 കൊല്ലക്കാലം നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു കാര്യം ഇന്ത്യയിൽ നടന്നിരുന്നു. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമാണ്. അതിനും കുറച്ച് പിന്നിലേക്ക് ഉണ്ട്. ഞാനൊരു ആധുനിക കാലം എന്നുള്ള നിലയ്ക്കാണ് ഒരു 100 കൊല്ലത്തെ എടുത്തത്. അതിൽ അവസാനത്തെ 10-25 വർഷക്കാലം ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകന്മാരിൽ ഒരാളായിരുന്നു നെഹ്റു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ജയിലിൽ കടന്നിട്ടുണ്ട്. 3259 ദിവസം, 9 വർഷത്തിലധികം. മനസ്സിലായോ? ആ സമരത്തിൻ്റെ, അതിലെ പങ്കാളിത്തത്തിൻ്റെ, അതിലെ ത്യാഗത്തിൻ്റെ, അതിൻ്റെ അനുഭവങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് ആ സാമ്രാജ്യ വിരുദ്ധ സമരത്തിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായി നെഹ്റു വന്നത്. അല്ലാതെ ചുളുവിൽ കിട്ടിയതല്ല. ഇപ്പോൾ താരതമ്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നിങ്ങൾ ആ പ്രതികരണത്തിനിടയിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത പ്രതികരണത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെച്ചത് അത് ശരിയല്ല. പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് 4000 ദിവസം പിന്നിട്ടു എന്നൊക്കെ പറയുന്നത് ഒരു നേട്ടം തന്നെയാണ്. അതൊന്നും ഒരു കുറ്റമായിട്ട് പറയുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നേട്ടത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, ഇന്നലകളിൽ ഒരാൾ ഈ നാട്ടിൽ തുടർച്ചയായിട്ട് 6000 ദിവസം ആ കസേരയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന് ചില സാങ്കേതികത്വം പറഞ്ഞ് വെട്ടിക്കളയുന്ന രീതിയൊക്കെ ശരിയല്ല. അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഒരു വ്യക്തിയെ സ്ഥാപിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ വളച്ചൊടിച്ച് റിയാലിറ്റി പറയുന്നതും തെറ്റാണെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് കഴക്കൂട്ടം മണ്ഡലവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ആശ്രയിക്കുന്ന വില്ലേജ് ഓഫീസ് പരിസരത്തെ വൃത്തിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ആ ഒരു സമീപനത്തെ സ്വാഗതം ചെയ്യുന്നു. അത്തരം പ്രവർത്തികളാണ് 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം. അത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ഈ മണ്ഡലത്തിൽ തുടരട്ടെ എന്ന് മാത്രമേ പറഞ്ഞു വയ്ക്കാനുള്ളൂ.